നമസ്കാരം. 10 ദിവസം കൊണ്ട് 10 കിലോ വരെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു വെയ്റ്റ് ലോസ് ചലഞ്ചാണ് നമ്മളുടെ ഈ ആഴ്ചത്തെ 3 വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ പലതരം ഫാറ്റ് ബേണിംഗ് റെസിപ്പീസ് കണ്ടു കഴിഞ്ഞു. എങ്കിൽ കൂടിയും അതിൽ എപ്പോഴും ഒരു ഭാഗം അന്നജം ഉണ്ടായിരുന്നു കാണും. നിങ്ങൾക്കറിയാം, ഞാൻ പല പ്രാവശ്യമായിട്ട് പറയുന്നതാണ്, അന്നജമാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളം ഡയബറ്റിക് ക്യാപിറ്റലായത്. അപ്പോൾ ഈ അന്നജത്തിൻ്റെ അളവ് എത്രയും കുറച്ച് കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ, കൊച്ചുകുട്ടികളല്ല ഞാൻ പറയുന്നത്, ഒരു അഡോളസൻ്റ് ഏജ് കഴിയുമ്പോഴത്തേക്ക് അന്നജത്തിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ എല്ലാത്തരം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ നമുക്ക് വളരെയധികം കലോറി ആവശ്യമില്ല, പ്രത്യേകിച്ചും ഈ അന്നജത്തിൽ നിന്ന്. അന്നജം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്. പിന്നെ നമുക്ക് പോഷകങ്ങളാണ് കൂടുതൽ, പോഷകപ്രധാനമായ ഒരു ഭക്ഷണമാണ് ആവശ്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റാണ് ഞാനിപ്പം, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ റിസർച്ച് ചെയ്ത് ഒരു നല്ല വ്യക്തമായ ഒരു ദിശാബോധത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. ഇതിൻ്റെ പ്രയോജനം വളരെ കൂടുതലാണ്. അതായത് അന്നജം കുറച്ചുകൊണ്ട്, എന്നാൽ അത് അന്നജം മറ്റുള്ള ഭക്ഷണത്തിൽ നിന്ന് കിട്ടാം. സീരിയൽസ്, അതായത് നമ്മളുടെ ഈ പറയുന്ന ധാന്യങ്ങളിൽ നിന്നുള്ള അന്നജമാണ് കുറയ്ക്കേണ്ടത്. അതായത് അരിയാവട്ടെ, ഗോതമ്പാവട്ടെ. ഗോതമ്പ് മാക്സിമം കുറയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ മറ്റുള്ള ഗോതമ്പിൻ്റെ റവ, മൈദ, ബ്രെഡ്, പൊറോട്ട, പാസ്ത അങ്ങനെയുള്ളത് മാത്രമല്ല, വീറ്റ് ആവട്ടെ, മെയ്സ് ആവട്ടെ. മെയ്സ് എന്ന് പറഞ്ഞാൽ ചോളം, അതല്ല എങ്കിലും മില്ലറ്റ്സ്, ഇവയെല്ലാം തന്നെയും അന്നജം ഉള്ളതാണ്. അന്നജം മാത്രമല്ല, അതിൻ്റെ പേരാണ് സീരിയൽസ് അഥവാ ധാന്യവർഗ്ഗങ്ങൾ. ഈ ധാന്യവർഗ്ഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണക്രമം ഒരു ദിവസം നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% ഈ റെസിസ്റ്റൻറ്റ് ഫാറ്റ്, ചിലർക്ക് ഒട്ടും വെയിറ്റ് കുറയില്ലല്ലോ, അങ്ങനെയുള്ളവർക്കും വളരെ എഫക്റ്റീവായിരിക്കും ഇങ്ങനെയുള്ള റെസിപ്പികൾ. മാത്രമല്ല, പല അസുഖങ്ങൾക്കും ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ തന്നെ ഇപ്പോൾ ഉണ്ട്. ഗ്രെയിൻ ഫ്രീ ഡയറ്റ്, ഗ്രെയിൻ എന്ന് പറയുന്നതാണ് ഈ ധാന്യങ്ങൾ. അപ്പോൾ ഗ്രെയിൻ ഫ്രീ ഡയറ്റാണ് ഞാൻ ഇപ്പം ലക്ഷ്യമാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. അത് എല്ലാ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ്. കാരണം നമ്മളുടെ ഈ ശരീരത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം ഒരു വില്ലൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ചിരി വരുമായിരിക്കും, മാഡം പറഞ്ഞ് ഞങ്ങളെക്കൊണ്ട് ഒന്നും കഴിപ്പിക്കത്തില്ല എന്നുള്ള ഒരവസ്ഥയായോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്കറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഇതൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് അസുഖങ്ങൾ വരുന്നവർക്കാണ്, വന്ന് വളരെയധികം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. അപ്പം മറ്റുള്ളവർക്ക് അസുഖം വരാതിരിക്കാനും ഇത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ തന്നെ ഇപ്പോൾ പല ദിവസങ്ങളിലും രാവിലെ അന്നജം കഴിക്കാറേ ഇല്ല. കുറച്ച്, ഞാൻ എപ്പോഴും പറയില്ലേ, ബദാം, കുറച്ച് പഴം, അതോടൊപ്പം ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്ത്, കുറച്ച് മുരിങ്ങയില, തക്കാളിയൊക്കെ ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് കൊണ്ടുപോയി കഴിക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ പിന്നെ വൈകിട്ട് ഒരു 5-5:30 ആകുമ്പോഴാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നത്. അതായത് ചിലപ്പോൾ ഞാൻ കുറച്ച് ചോറ് കഴിക്കും, അല്ലെങ്കിൽ കൂടുതൽ കറികൾ, അതുപോലെ മീൻ, അവയൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് പലർക്കും ഒരു സംശയമുണ്ട്, മാഡം ഞങ്ങൾക്ക് ഇതൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, മുട്ട ഇപ്പോൾ ആരും കഴിക്കൂല, എല്ലാവരുടെയും വീട്ടിൽ മുട്ട, മുരിങ്ങയില, തക്കാളിയൊക്കെ കാണില്ലേ. പിന്നെ ബദാം ഞങ്ങൾക്ക് എങ്ങനെയാ പൈസ, ബദാം വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടോ എന്നൊരു ചോദ്യം വരും. കപ്പലണ്ടി വാങ്ങിക്കാൻ പൈസ കിട്ടുമല്ലോ, കടലപ്പൊരി, ഇതൊക്കെ പറ്റില്ലേ. അങ്ങനെയുള്ള അതിന് ഓൾട്ടർനേറ്റീവ് ഞാൻ പലതും പറയുന്നുണ്ടല്ലോ നിങ്ങളോട്. അതുകൊണ്ട് അത് തന്നെ കഴിക്കണമെന്നൊന്നുമില്ല. ഇപ്പം നട്ട്സ് വർഗ്ഗങ്ങളെന്ന് പറയുമ്പം കപ്പലണ്ടിയും പൊരികടലയൊക്കെ കഴിക്കാത്ത ആരാണ്? അത് എല്ലാവർക്കും അഫോർഡബിളാണ്. അപ്പോൾ അങ്ങനെ നോക്കി അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ പലത് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, പൈസ കുറവാണെന്ന് വിഷമിക്കേണ്ട. എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ റെസിപ്പികൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു എപ്പിസോഡെന്ന് പറയുന്നത് രാവിലത്തെ ഒരു ഡ്രിങ്കും അതോടൊപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നേരത്തെ ഒരു പ്രോട്ടീൻ ദോശയൊക്കെ കാണിച്ചിരുന്നു. അതിനകത്ത് മുട്ട ചേർത്ത്, ഇത് മുട്ട ഇല്ലാത്ത പ്രോട്ടീൻ ദോശയാണ്, വളരെ ടേസ്റ്റിയുമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടൊമാറ്റോ ചട്നിയും ഉണ്ട്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് ഞാൻ നേരത്തെ നിങ്ങളെ LK ഡയറ്റ് പ്ലാൻ മനസ്സിലാക്കി തന്നിരുന്നു. അത് തന്നെ വീഡിയോ കിടപ്പുണ്ട്, LK ഡയറ്റ് പ്ലാൻ. അപ്പം സാധാരണഗതിയിൽ വലിയ അസുഖങ്ങളൊന്നുമില്ല, അമിതവണ്ണമൊന്നുമില്ല, വെയിറ്റ് ഏകദേശം നോർമലായിട്ടിരിക്കുന്നവർക്ക് LK ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്ന വളരെ നല്ലതാണ്. ഒരു പ്രിവെൻറ്റീവായിട്ട് പ്രമേഹം, അമിതവണ്ണം, ഫാറ്റി ലിവർ, അതുപോലെ തന്നെ
PCO പോളിസിസ്റ്റിക് ഓവറി, ഈ 4 വിഭാഗങ്ങൾക്കും ഈ LK ഡയറ്റ് പ്ലാൻ എക്സലൻ്റ് ആണ്. ഈവൻ ക്രിയാറ്റിൻ തന്നെ ഒരു 1.6 1.7 അകത്തൊക്കെ നിൽക്കുന്നവർക്കും ഈ LK ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാവുന്നതാണ്, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതിന് നമ്മൾ മുട്ടയും മീനും ഇറച്ചിയും സാലഡും അതുപോലെ തന്നെ നട്ട്സും സീഡ്സും അതുപോലെ രാവിലത്തെ കരിഞ്ജീരക ചായ ആയിരുന്നു അതിനകത്ത്. അപ്പോൾ കരിഞ്ജീരക ചായയിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചായയാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി. അതിനകത്ത് ആദ്യത്തെ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ഈ കരിഞ്ജീരകം, പെരിഞ്ജീരകം, നല്ല ജീരകം, ഇത് 3ഉം കൂടെ വറുത്ത് പൊടിച്ച് വെക്കുന്നതാണ്. അത് മാത്രമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതുകൂടാതെ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് രീതിയിൽ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. 100% നിങ്ങൾക്ക് വെയിറ്റ് കുറയാൻ അത് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും എല്ലാവരും റെസിസ്റ്റൻറ്റ് ഫാറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് വണ്ണം കുറയാനായിട്ട് വലിയ പ്രയാസമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുണ്ട്. അവർക്ക് ഈ ഫാറ്റ് ഇളകുകയില്ല. അപ്പം നമ്മൾ തീർച്ചയായും അന്നജം കംപ്ലീറ്റ് കുറയ്ക്കണം. ഈ അന്നജത്തിൽ നിന്നാണ് കൊഴുപ്പ് പ്രധാനമായി ഉണ്ടാകുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിന് പ്രോട്ടീനും ഫാറ്റും സെക്കൻഡറി ആയിട്ടേ വരുള്ളൂ. അപ്പം നമ്മൾ അന്നജം കൊടുക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ പ്രോട്ടീനും ഫാറ്റും ഉപയോഗിക്കും. അപ്പോൾ തീർച്ചയായും ഈ കൊഴുപ്പായി മാറില്ല. അപ്പം അന്നജം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആവശ്യത്തിന് മാത്രമല്ല, കൊഴുപ്പായിട്ട് മാറാനാണ് അത് പോകുന്നത് ആദ്യം. അതേസമയം പ്രോട്ടീനും ഫാറ്റും അങ്ങനെയല്ല, അതിന് ഒത്തിരി പണിയുണ്ട്, വളരെയധികം പണികളുണ്ട്. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കൊഴുപ്പാവുള്ളൂ. അപ്പം നമ്മൾ കംപ്ലീറ്റ് അന്നജം കുറച്ചുകൊണ്ട് ഒരു പ്രോട്ടീനും ഫാറ്റും കൂടുതലായിട്ടുള്ള ന്യൂട്രിയൻസും കൂടുതലായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും. അത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതോടൊപ്പം കുറച്ച് സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഉണ്ട്, അത് ഞാൻ അവസാനം പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഒരു ദിവസം തുടങ്ങുകയാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വൈകിട്ട് 6 മണി മുതൽ രാവിലെ 10 മണി വരെ ഞാൻ പലതരം ഡ്രിങ്കുകൾ പറഞ്ഞിട്ടുണ്ട്. കോഫി ആവാം, ടീ ആവാം, തേയില വെള്ളം കുടിക്കാം, മധുരം ഇല്ലാതെയാണ്. പിന്നെ ആപ്പിൾ സിഡർ വിനിഗർ കുറച്ച് 10 ml ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് കുടിക്കാം. അതോടൊപ്പം ഒരു 5 തരം ഡ്രിങ്കുകൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കഴിക്കാവുന്ന ജീരകവെള്ളം, കരിഞ്ജീരക വെള്ളം, പെരുംജീരക വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യാം. അപ്പം ഇന്നത്തെ നമുക്ക് ഈ പറയുന്ന കരിഞ്ജീരകം, പെരുംജീരകം, നല്ല ജീരകം, ഇത് നല്ല ജീരകം എടുക്കാം, പിന്നെ കരിഞ്ജീരകം എടുക്കാം, പെരുംജീരകം എടുക്കാം. ഇത് 3ഉം ഒരേ അളവിലെടുക്കാം. അപ്പോൾ ഒരു 100 ഗ്രാം വീതമാണ്. 3 എടുത്തിട്ട് 300 ഗ്രാം നന്നായിട്ട് വറുത്ത് നല്ല പൊട്ടുമല്ലോ, ഇത് വറുത്ത് പൊടിച്ച് വയ്ക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ 1 ഗ്ലാസ് തിളച്ച വെള്ളത്തിലിട്ട് ഇതുപോലെ തിളച്ച വെള്ളത്തിലിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഓക്കെ, ഇത് ഏകദേശം ഇതുപോലെയൊക്കെ കളറിലിരിക്കും. ഞാൻ നേരത്തെ ഇട്ട് വെച്ചതാണ്. എപ്പോഴും ഒരു ബ്രൂയിങ് വേണം. ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ശരിയാവില്ല. നല്ല തിളച്ച വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഇട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം ഇത് കുടിക്കുക. അതാണ് പ്രധാനമായിട്ടുള്ളത് രാവിലെ. അപ്പം 10 മണിക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. അതല്ല, നിങ്ങൾക്ക് കരിഞ്ജീരക ചായയുടെ മറ്റൊരു റെസിപ്പി ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കരിഞ്ജീരകം 100 ഗ്രാം, നല്ല ജീരകം, കറുവപ്പട്ട, ഏലക്ക, ചുക്ക്, കുരുമുളക്, മഞ്ഞൾ, ഇവയെല്ലാം കൂടെ വറുത്ത് പൊടിക്കുന്നത്. അതിൻ്റെ അനുവാദമൊക്കെ ഉണ്ട്. അതിൻ്റെ റെസിപ്പിയും കിടപ്പുണ്ട്, നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെയും തയ്യാറാക്കി കുടിക്കുക. അതിന് കുഴപ്പമില്ല. അത് നമുക്ക് ഈ ഒരു ഡയറ്റ് പ്ലാനിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഗ്രെയിൻ ഫ്രീ ഡയറ്റ് പ്ലാൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ രണ്ടാമത് ഇപ്പം ഇത് കണ്ടല്ലോ, ഇത് ഇങ്ങനെ തയ്യാറാക്കി കുടിക്കുക രാവിലെ. കുടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പ്യുവർ പ്രോട്ടീൻ ദോശ തയ്യാറാക്കേണ്ടത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നോക്കാം. അതായത് ഗ്രീൻ പീസാണ് കൂടുതലായിട്ട് വേണ്ട. ഒരു 75 ഗ്രാം ഗ്രീൻ പീസിന് 25 ഗ്രാം ഉഴുന്നെടുക്കണം. പിന്നെ ഒരു 5 ഗ്രാം ഉലുവ, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു 20 മുതൽ 25 വരെ പച്ചക്കപ്പലണ്ടി. അപ്പോൾ ഇത് ഇത്രയും കൂടെ, വെളുത്തുള്ളി പിറ്റേ ദിവസം ഇട്ടാലും മതി, മറ്റേത് തലേന്ന് തന്നെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞിട്ട് എങ്ങനെ പോയാലും ഒരു 8 മുതൽ 10 മണിക്കൂർ വയ്ക്കുക. പിറ്റേ ദിവസം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ദോശ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ പ്രോട്ടീൻ ദോശ. അപ്പോൾ ഇത് നോക്കൂ, ഉഴുന്ന്, ഉഴുന്ന്, അതുപോലെ ഗ്രീൻ പീസ്, മറ്റുള്ള
കപ്പലണ്ടി. ഇതെല്ലാം പ്രോട്ടീൻ അല്ലേ, എക്സലൻറ്റ് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. എല്ലാത്തിനും നമ്മുടെ ശരീരത്തിന് വേണ്ടി എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. അത് ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാചകം നോക്കാം. ഞാൻ ഇതെല്ലാം വെച്ചിട്ട് അരച്ച് വെച്ച ദോശമാവാണിത്. എളുപ്പത്തിന് വേണ്ടി ഇതെല്ലാം തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ദോശമാവാണ്. ലേശം ഉപ്പും ഇട്ട് ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ നമുക്ക് തയ്യാറാക്കാം. ലേശം വെർജിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെർജിൻ ഓയിലിന് പകരം നെയ്യും ചേർക്കാവുന്നതാണ്. നല്ല A2 ഗീ എന്ന് പറയും, അതായത് നല്ല ഗ്രാസ് ഫെഡ് കൗവിൻ്റെ നെയ്യായിരിക്കണം. വെർജിൻ ഓയിൽ ചൂടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. ചൂടാക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ല കുക്കിംഗ് മീഡിയം വെർജിൻ ഓയിലാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് കുറവാണ്. അൺസാച്ചുറേറ്റഡ്, അതായത് HDLൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്ക് ശരീരത്തിന് കേടുപാടുകൾ ഇല്ലാതിരിക്കാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു സാച്ചുറേറ്റഡ് ഫാറ്റില്ലേ, വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടും. അതേസമയം നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുമ്പം അതിനകത്ത് കൂടുതലായിട്ട് ഉണക്കത്തേങ്ങയില്ലേ, ഉണക്കത്തേങ്ങയുടെ എണ്ണയാവുമ്പോഴത്തേക്ക് കൂടുതൽ സാച്ചുറേഷൻ, ആ ഫാറ്റ് വീണ്ടും പ്രശ്നമായി പോകും. ഇതിനകത്താണെങ്കിൽ കൂടുതൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആയതുകൊണ്ട് ആ ചൂടിൽ അത്ര കുഴപ്പം വരത്തില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് വെർജിൻ ഓയിൽ തന്നെയാണ്. നമുക്ക് ദോശ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് മധുരം ഇല്ലാത്തതാണ്. എനിക്ക് പിന്നെ ഈ വകകൾ പ്രമേഹമാവട്ടെ മറ്റുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ലേശം ഓർഗാനിക് ജാഗറി ചേർത്താണ് എല്ലാം കഴിക്കുന്നത്. ഇപ്പോൾ ഇത് മധുരം ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ആദ്യം കുടിച്ചതിന് ശേഷം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ 10 മണിയാകുമ്പോഴത്തേക്ക് ഈ ദോശ ഉണ്ടാക്കി കഴിക്കുക. ഇതിൻ്റെ സൈഡ് ഡിഷ് എന്ന് പറയുന്നത് ടൊമാറ്റോ മുരിങ്ങയില ചട്നിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് ഞാൻ പറയാം. ടൊമാറ്റോ നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് കുറച്ച് ഒരു ശകലം നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റുമ്പം അതിനകത്തേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും ലേശം സാമ്പാർ പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അവസാനം മുരിങ്ങയില ഇടുക. ഇത്രയേ ഉള്ളൂ. ഉപ്പും ആവശ്യത്തിന് ഉപ്പും. ഇതിന് പറ്റിയ ഒരു ചട്നിയാണ്. പിന്നെ തേങ്ങാ ചട്നിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ സാധാരണ അരിദോശയേക്കാൾ ഫാർ ബെറ്ററാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് ഈ ഗ്രീൻ പീസിനൊക്കെ നല്ല രുചിയാണ്. അതിനകത്തൊരു നാച്ചുറൽ അജിനോമോട്ടോ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ പോഷകങ്ങളുടെ കാര്യം പറയണോ, ഉഴുന്നാണെങ്കിലും ഏകദേശം 100 ഗ്രാമിൽ 25 മുതൽ 30 ഗ്രാം പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബറും എല്ലാ ന്യൂട്രിയൻസും വളരെയധികം അടങ്ങിയിരിക്കുന്ന ഏറ്റവും നല്ല ഒരു പയറുവർഗ്ഗമാണ് ഉഴുന്ന്. അതും അതിനോടൊപ്പം കപ്പലണ്ടി നല്ല രുചിയുള്ളതല്ലേ. കപ്പലണ്ടിക്ക് എന്ത് പോഷകമാണ്. ഇതുപോലെ തന്നെ L-argin എന്ന് പറഞ്ഞ് ഏറ്റവും രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ന്യൂട്രിയൻ്റ് അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ വളരെയധികം പ്രോട്ടീൻ, ഏകദേശം 40 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. എല്ലാ ന്യൂട്രിയൻസും അതിനകത്തുണ്ട്. പിന്നെ ഗ്രീൻ പീസും അതുപോലെ തന്നെയാണ്. ഇതിനകത്ത് ഏറ്റവും കലോറി കുറവുമാണ്. 89 കലോറിയേ ഉള്ളൂ 100 ഗ്രാമിൽ. അത് ഓർമ്മ വേണം. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഗ്രീൻ പീസ് എടുത്തത്. പിന്നെ ഉലുവ, ജീരകം ഇതൊക്കെ തന്നെയും ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസും ആൻറ്റി ഫാറ്റ് പ്രോപ്പർട്ടീസുമാണ്. കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ സഹായിക്കുന്ന എല്ലാ ന്യൂട്രിയൻസും ഇതിനകത്ത് ഈ ദോശയ്ക്കകത്തുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു
ഗ്രെയിൻ ഫ്രീ ദോശ തന്നെയാണിത്, പ്രോട്ടീൻ ദോശ. അപ്പോൾ ഇതിൻ്റെ ഈ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നമുക്ക് കമൻറ്റ് ബോക്സിൽ എനിക്ക് വിവരം അറിയിക്കണമെന്നുള്ള തീർച്ചയാണ് കേട്ടോ. അപ്പോൾ വിവരം കിട്ടുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും കമൻസ് കാണുന്നതും വായിക്കുന്നതും ഒക്കെ എനിക്ക് ഏറെ സന്തോഷമാണ്. ഞാൻ എല്ലാത്തിനും റിപ്ലൈ അയക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഈ ഒരു 10 kg വെയിറ്റ് ലോസ് ഇൻ 10 days. അപ്പോൾ ഇപ്പോൾ എന്നോട് ചോദിക്കും, ഞങ്ങൾക്ക് അയ്യോ ഇത്ര കുറഞ്ഞില്ലല്ലോ മാഡം, കുറഞ്ഞില്ലല്ലോ എന്ന് അത് തീർച്ചയായും ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ എന്നുള്ള പ്രധാനം. പിന്നെ ഞാൻ പറയുന്ന രീതിയിൽ കൊണ്ടുപോവുക, കാര്യങ്ങളെല്ലാം സ്ട്രിക്റ്റായിട്ട്. എക്സസൈസ് ഈസ് എ മസ്റ്റ്. അതുപോലെ യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ മസ്റ്റാണ്. അതോടൊപ്പം ചൂയിങ് തെറാപ്പി, ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം, സമാധാനമായിട്ട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം തീർച്ചയായും. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമേ ഒരു ഡിറ്റർമിൻഡ് ഔട്ട്ലുക്കിലാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. ഇന്ന് കുറച്ചിരിക്കും ഇത്രയും. പിന്നെ ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് തീർച്ചയായും തൈറോയിഡ് പേഷ്യൻസ് ആണെങ്കിൽ ഇത് അത്ര പെട്ടെന്ന് വെയിറ്റ് കുറയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അതോടൊപ്പം തന്നെയാണ് ഒരു ഹെറിഡിറ്ററി പ്രീഡിസ്പോസിഷൻ. ചിലർക്ക് എത്ര ഒരു ഫാമിലി വൈസായിട്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ വെയിറ്റ്, എത്ര വിചാരിച്ചാലും അങ്ങോട്ട് വെയിറ്റ് കുറയില്ല. അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കേണ്ട. തീർച്ചയായും സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ള പോളിസിയിൽ നമുക്ക് പതുക്കെ പോകാം. എങ്കിലും ഈ ഒരു റെസിപ്പികൾ നിങ്ങളെ വളരെയധികം എനർജറ്റിക് ആക്കും, ആക്റ്റീവ് ആക്കും, അലേർട്ടാക്കും, ഹാപ്പി ആക്കും. യാതൊരു സംശയമില്ല അതിന്. അത് റെഗുലാരിറ്റി വേണം തീർച്ചയായും. എല്ലാ ദിവസവും അത് ആ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇനി ഇപ്പം ഈ ആഴ്ചത്തെ 3 റെസിപ്പിയും അങ്ങനെയുള്ളതാണ്. കൂടാതെ ഇതിൻ്റെ വെറൈറ്റി ഓഫ് ദോശാസ് ഇനി വീണ്ടും വീണ്ടും ഉണ്ടാവുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ പല വെറൈറ്റിയിലും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓരോന്നും വരും എപ്പിസോഡുകളിൽ കാണാവുന്നതാണ്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി ആഫ്റ്റർനൂൺ, അടുത്ത ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത് ബുധനാഴ്ചത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ആഫ്റ്റർനൂൺ ലഞ്ചാണ്. അതും എക്സാക്ട്ലി ഗ്രെയിൻ ഫ്രീ ആയിരിക്കും, അതിന് യാതൊരു സംശയമില്ല. ഓക്കെ, നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.